ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും കഥക്കൂട്ട് ടേൽസിലേക്ക് സ്വാഗതം. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? കൊച്ചു കൊച്ചു കഥകൾ. കുട്ടികൾ വാശി പിടിക്കുമ്പോഴോ ഉറങ്ങുവാനോ ഒക്കെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കുമല്ലേ? അത്തരമൊരു കഥ പറച്ചിലാട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കിത് കുട്ടികൾക്ക് കേൾപ്പിച്ചു കൊടുക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വസന്തം. കുഞ്ഞിപ്പൂവ് പതിയെ തലയുയർത്തി നോക്കി. ഹോ, അസഹ്യമായ ചൂട്! എന്തൊരു ചൂടാണ്! എത്ര നാളായി പുറത്തേക്ക് ഇറങ്ങിയിട്ട്. ഉറങ്ങി മടുത്തു. വസന്ത ഇനി എന്നു വരും? അവൾ ചുറ്റും നോക്കി. അമ്മച്ചിപ്ലാവ് വെയിലേറ്റ് വാടിയിരിക്കുന്നു. ഉറങ്ങുകയാണ്. ഉണർത്തണ്ട. അവളുടെ തണലിലല്ലേ താനിപ്പോൾ ജീവിക്കുന്നത്. ചൂട് സഹിക്കാൻ വയ്യ. അവൾ സൂര്യനെ നോക്കി ചോദിച്ചു, നിനക്ക് എന്താണ് ഇത്ര കോപം? ഈ ചൂടത്ത് താൻ കരിഞ്ഞു പോകും. അവൾ മണ്ണിലേക്ക് പൂണ്ടിറങ്ങി. പഴയകാല ഓർമ്മകൾ അവളിലേക്ക് ഓടിയെത്തി. ഇവിടം എത്ര മനോഹരമായിരുന്നു! നിറയെ മരങ്ങളും പൂക്കളും കിളികളും പൂമ്പാറ്റകളും അരുവികളും എല്ലാം ഇപ്പോൾ ഓർമ്മകൾ മാത്രം. അവൾ തൻ്റെ സഹോദരങ്ങളെയും മിത്രങ്ങളെയും ഓർത്തു. എല്ലാവരെയും അവർ കൊന്നുകളഞ്ഞില്ലേ? ഒരു തേങ്ങൽ അവളിൽ നിറഞ്ഞു. അവൾ വീണ്ടും ഉറങ്ങുവാൻ ശ്രമിച്ചു. പുറത്തെന്തൊക്കെയോ സ്വരങ്ങൾ. അവളിലൊരു ഭീതി നിറഞ്ഞു. അവൾ തലയുയർത്തി നോക്കി. ഞെട്ടിപ്പോയി. അവർ വീണ്ടും വന്നിരിക്കുന്നു. തൻ്റെ മിത്രങ്ങളെയെല്ലാം അവർ കൊന്നുകളഞ്ഞല്ലോ. ഇനി ആരെ? ദൈവമേ, എൻ്റെ അമ്മച്ചിപ്ലാവിനെയാണോ? അവരുടെ കയ്യിലെ ആയുധങ്ങൾ വെയിലേറ്റ് തിളങ്ങി. അവൾ പേടിയോടെ അമ്മച്ചിപ്ലാവിനെ നോക്കി. ആ മുഖം ശാന്തമായിരുന്നു. നിനക്ക് പേടി തോന്നുന്നില്ലേ? കുഞ്ഞിപ്പൂ ചോദിച്ചു. അമ്മച്ചിപ്ലാവ് ഒന്നും മിണ്ടിയില്ല. അവൾ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, എന്തെങ്കിലും പറയൂ. അമ്മച്ചിപ്ലാവ് പറഞ്ഞു, എൻ്റെ സഹോദരങ്ങളെയെല്ലാം അവർ വെട്ടിയെടുത്തു. അവരുടെ കരച്ചിൽ ഞാൻ ഇപ്പോഴും കേൾക്കുന്നു. ഞാൻ മാത്രമായിട്ടിനി. അവൾ പറഞ്ഞു നിർത്തി. കുഞ്ഞിപ്പൂവ് കരഞ്ഞു. നീയും കൂടി പോയാൽ എനിക്കിനി ആരുണ്ട്? നിന്റെ തണലിലല്ലേ ഞാൻ ജീവിക്കുന്നത്. അവൾ പേടിച്ചു കരഞ്ഞു. അമ്മച്ചിപ്ലാവ് ഒന്നും മിണ്ടിയില്ല. അല്ലെങ്കിൽ എന്തു പറയാൻ? അവർ ആയുധങ്ങളുമായി സമീപത്തേക്ക് വന്നു. ആ കാഴ്ച കാണുവാൻ വയ്യാതെ കുഞ്ഞിപ്പൂ മണ്ണിലേക്ക് പൂണ്ടിറങ്ങി. അവൾ പൊട്ടിക്കരഞ്ഞു. പുറത്തെന്തൊക്കെയോ ആരവങ്ങൾ, അട്ടഹാസങ്ങൾ. അവരിപ്പോൾ തൻ്റെ കൂടപ്പിറപ്പിനെ. അവൾ പേടിയോടെ വീണ്ടും മണ്ണിലേക്ക് പൂണ്ടിറങ്ങി. ഇപ്പോൾ എല്ലാം ശാന്തം. ശബ്ദങ്ങളൊന്നുമില്ല. കുഞ്ഞിപ്പൂ കരഞ്ഞു. തൻ്റെ കൂടപ്പിറപ്പില്ലാത്ത ലോകത്തേക്ക് ഇനി ഒരിക്കലും ഞാൻ വരില്ല. ഞാൻ ഇവിടെ ഈ മണ്ണിനോട് ചേരട്ടെ. കുഞ്ഞിപ്പൂവേ, കുഞ്ഞിപ്പൂവേ! മൃദുവായ സ്വരം. അത് തൻ്റെ അമ്മച്ചിപ്ലാവല്ലേ? അവൾ ചാടി എണീറ്റ് എത്തി നോക്കി. അവളുടെ മനസ്സിൽ ആഹ്ലാദം നിറഞ്ഞു. ദാ നിൽക്കുന്നു തൻ്റെ അമ്മച്ചിപ്ലാവ്. അമ്മച്ചിപ്ലാവ് ചിരിച്ചു. അവൾ പറഞ്ഞു, ഗ്രാമവാസികൾ വന്നു. അവർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. ആയുധങ്ങളുമായി അവർക്ക് തിരികെ പോകേണ്ടി വന്നു. കുഞ്ഞിപ്പൂ സന്തോഷം കൊണ്ട് കരഞ്ഞു. എത്ര സഹിച്ചവളാണ് തൻ്റെ ഈ കൂടപ്പിറപ്പ്. ആ സമയം കുറേ കിളികൾ അങ്ങോട്ടേക്ക് പറന്നെത്തി. അവയെല്ലാം വെയിലേറ്റ് തളർന്നിരുന്നു. അവർ ആശ്വാസത്തോടെ മരച്ചില്ലകളിൽ വന്നിരുന്നു. അവർ പറഞ്ഞു, ഈ തണലില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാം തളർന്നു വീണേനെ. കിളികൾ സന്തോഷത്തോടെ കലപില കൂട്ടി. അമ്മക്കിളികൾ കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുത്തു. ഒരമ്മക്കിളി തൻ്റെ കുഞ്ഞിൻ്റെ കൊക്കിൽ വെള്ളം പകർന്നു. ഒരു തുള്ളി വെള്ളം കുഞ്ഞിപ്പൂവിന്മേൽ വന്നു പതിച്ചു. അവളുടെ ശരീരം കുളിരു കോരി. പഴയകാലം തിരികെ കിട്ടിയ പോലെ അവൾ കണ്ണടച്ചു നിന്നു. അമ്മച്ചിപ്ലാവ് പറഞ്ഞു, കുഞ്ഞിപ്പൂവേ, ഉറങ്ങിയത് മതി. ദാ വസന്തം വരുന്നുണ്ട്. ആ വാക്കുകൾ അവളിൽ മഴയായി പെയ്തു. ആ തണുപ്പിൽ കുഞ്ഞിപ്പൂവ് കുതിർന്നിരുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനത്തെ കഥകളാണ് ഇഷ്ടം? നമുക്കെല്ലാം പറയാം. ഇനി അടുത്ത കഥയുമായി വരുന്നവരെ ബൈ.